തലശ്ശേരി കലാപം. കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട്. ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിനു വേണ്ടി തലശ്ശേരി കലാപത്തിൽ പലർക്കും നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. സഖാവ് യു കെ കുഞ്ഞിരാമന്റെ ജീവൻ. അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിന്റെ ഭാഗമായിട്ടുമായിരുന്നു. ഞങ്ങൾ ചെയ്തത് അത്, ഇവർ ചെയ്തത് RSSന്റെ ശാഖക്ക് സംരക്ഷണം നൽകിയത്. പിണറായി വിജയന് അഭിമാനം എന്ന് പറയുന്ന ഒന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. ഇത്രയും നെറികെട്ട നാണം കെട്ട ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ആരാണ്? ഇടതുപക്ഷത്തിന് ഇതിനു മുമ്പും മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ലേ? പക്ഷെ ഞങ്ങൾ ആരെങ്കിലും ഇതുപോലെ വിമർശിച്ചിട്ടുണ്ടോ? ഈ പിണറായി വിജയൻ പ്രവർത്തിച്ചതുപോലെ CPMന്റെ ഒരു മുഖ്യമന്ത്രിയും പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പൊ BJPയുടെ സഹായം കൊണ്ട് മാത്രം ഇന്ന് രാഷ്ട്രീയ രംഗത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ നേതാവ് എന്ന് പറയുന്നത്. ഇടതുപക്ഷത്തിന് അപമാനമാണ്. ഇവിടെ അന്വേഷണം നിശ്ചയിച്ചിരിക്കുകയാണല്ലോ. അന്വേഷണം കഴിയുന്നവരെ ഞാനിപ്പോൾ അതിന്റെ അവസാന ഭാഗമൊന്നും പറഞ്ഞിട്ടില്ല. അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫലപ്രദമായിട്ട് അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണോ കണ്ടെത്തുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. സ്പീക്കർ എൻ ഷംസീർ RSSനെ പറ്റി പറഞ്ഞ അതിൽ RSS അവരോട്. നമസ്കാരം. ADGP MR അജിത് കുമാറിന്റെ RSS ബന്ധം സംബന്ധിച്ച ആരോപണം ഉയർന്ന് ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞു. പക്ഷേ അജിത് കുമാറിനെ പറ്റി ഒരക്ഷരം ഉരിയാടാതെ RSSനെ പ്രതിരോധിച്ച അദ്ദേഹം CPM ചരിത്രത്തെക്കുറിച്ചാണ് വാചാലനായത്. അൻവറിന്റെ പരാതി കഴമ്പുള്ളതാണെന്നും അതുകൊണ്ടാണ് അന്വേഷണം തുടങ്ങിയതെന്നും സമ്മതിക്കുന്നു. അതേ വേദിക്കരികിൽ പാർട്ടി സെക്രട്ടറി, പാർട്ടിയെ ചാരി പിണറായി വിജയൻ കൈ കഴുകുകയാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി മുസ്ലിം ലീഗ് വക്താവ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇടത് സഹയാത്രികൻ റജി ലൂക്കോസ്, BJP വക്താവ് ഷാജി രാഘവൻ എന്നിവർ. ആദ്യം ഷിബുവിലേക്ക്. ഷിബു, ഈ വിവാദം ഉയർന്നതിന് ശേഷം മുഖ്യമന്ത്രി ആദ്യമായാണ് പ്രതികരിച്ചത്. ഈ ഉയർന്ന വിവാദങ്ങളോട്, ചോദ്യങ്ങളോട് മുഖ്യമന്ത്രിയുടെ മറുപടി നിങ്ങൾക്ക് തൃപ്തികരമാണ്? അജിംസ്, ഉയർന്ന വിവാദങ്ങളോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചിട്ടേ ഇല്ല, മറുപടിയും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ വർത്തമാനകാലത്ത് നേർക്ക് നേരെ സ്പെസിഫിക്കായി ഉയർന്നു വരുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഈ ഭൂതകാലത്തിൻ്റെ വീരവസ്യം പറഞ്ഞാൽ അത് മറുപടിയാവില്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ADGP അജിത് കുമാർ RSSന്റെ സർസംഘചാലകുമായി അല്ലെങ്കിൽ RSSന്റെ സെക്രട്ടറി വരുമ്പോൾ അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ADGP എന്ന വാക്ക് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തിലില്ല. അദ്ദേഹം പഴയ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. തലശ്ശേരി കലാപത്തെക്കുറിച്ച് അത് ഈ ചർച്ചയിൽ ആരെങ്കിലും ഉന്നയിക്കുന്നെങ്കിൽ ഞാനതിലേക്ക് വരാം. വളരെ കൃത്യമായ രാഷ്ട്രീയ ചോദ്യം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 8 വർഷമായി കൈകാര്യം ചെയ്തു വരുന്ന പിണറായി വിജയനെതിരെ ഉയർന്നു കഴിഞ്ഞു. ആ ചോദ്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നേർക്ക് നേരെയുള്ള നിയന്ത്രണത്തിലുള്ള ഒരു പോലീസ് ഓഫീസർ, ആ പോലീസ് ഓഫീസർ ഇവിടെ പോയി ഒരു RSSന്റെ നേതാവിനെ കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നു. ഒരാളെയല്ല, 2 ആളെ 10 ദിവസത്തെ ഇടവേളകളിൽ കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നു എന്ന് വരുമ്പോൾ അവിടെ ഉയരുന്ന ചോദ്യം എന്താണ്? ഈ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു? ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കിട്ടി. ഏതാണ്ട് 1 വർഷത്തിനപ്പുറം അത് കടന്നു പോയിരിക്കുന്നു. എന്തുകൊണ്ട് അതിന്മേൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല? ഇനി CPMനെ തന്നെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു MLA, അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഗൗരവതരമായ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിൽ ആ MLA തന്നെ പറയുന്നത്, ആരോപണം ഞാൻ ഹെഡ് മാസ്റ്റർക്കെതിരെ ഉന്നയിച്ചപ്പോൾ പ്യൂണിനെയും അരി കൊടുക്കാൻ വരുന്നവനെയും വെച്ച് അന്വേഷിച്ചാൽ മതിയോ എന്നാണ്. ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയ കൃത്യമായ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് പിണറായി വിജയന് മറുപടി പറയാൻ ബാധ്യതയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം ഈ പഴയ കഥകൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് തൃപ്തികരമായ ഒരു ന്യായീകരണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക? അതുകൊണ്ട് ഒരു നിലക്കും ഇത് തൃപ്തികരമായ ഒന്നല്ല. അദ്ദേഹം വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ നേർക്ക് നേരെയുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അശക്തനാണ്. അദ്ദേഹത്തിന് മറച്ചുവെക്കാൻ ഏറെയുണ്ട് എന്ന് ഒരു വട്ടം കൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഇന്നത്തെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി. അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തെ സംബന്ധിച്ചുമില്ല. ശരി, ശ്രീ റജി ലൂക്കോസ്, മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് ഈ വിവാദങ്ങളോട് പ്രതികരിക്കുന്നത്. ആ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യം, RSS നേതാക്കളുമായി 2 നേതാക്കളുമായി
10 ദിവസത്തെ ഇടവേളയിൽ ചർച്ച നടത്തിയ ഒരു ADGP, ആ ADGP ആ തലസ്ഥാനത്ത് തുടരുകയാണ്. ആ തലസ്ഥാനത്ത് തുടരുന്നത് എപ്പോഴാണ്? കള്ളക്കടത്ത്, കൊലപാതകം, സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ, നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് ഒരു ഭരണപക്ഷ MLA അദ്ദേഹത്തെ വിളിച്ചത്. അങ്ങനെ ഒരാൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അയാളെക്കുറിച്ച് ഒന്നും പറയാതെ പഴയ കാലത്ത് CPM എന്തോ ചെയ്തു, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല എന്ന് പറഞ്ഞ് പാർട്ടിയെ ചാരിത്തടി രക്ഷപ്പെടുത്തുകയാണ് എന്ന് തോന്നുന്നു. അതായത് M. മുകേഷ് MLA-ക്കെതിരെ ലൈംഗികാരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം ചെങ്കൊടി പിടിച്ചൊരു ഫോട്ടോ ഫേസ്ബുക്കിലിട്ടു. ഏതാണ്ട് അതേ പണിയല്ലേ ഇന്ന് പിണറായി വിജയൻ ചെയ്തത്? അജിംസെ, നിങ്ങൾ വാസ്തവത്തിൽ ഈ വാർത്തയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇന്ന് ബഹുമാനപ്പെട്ട PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ. ഞങ്ങളൊക്കെ ചർച്ചയിൽ തുടക്കം മുതൽ പങ്കെടുക്കുന്നവരാണ്. അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നും അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടുണ്ടെന്നും ആ മുഖ്യമന്ത്രിയുടെ വിശ്വാസമുണ്ടെന്നും പോസിറ്റീവായ റെസ്പോൺസ് ആണെന്നും നടപടികൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് തൊട്ടടുത്ത ദിവസം ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയും ഗോവിന്ദ മാസ്റ്റർക്കും അത് ആ പരാതിയുടെ കോപ്പി അദ്ദേഹം കൊടുത്തു. ഇന്നിപ്പോൾ ഓരോ വിക്കറ്റായിട്ട് പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് 7 വിക്കറ്റ് പോയി. ഫസ്റ്റ് ഇന്നിങ്സിൽ ആദ്യം 1 വിക്കറ്റ് പോയി. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ്റെ വിക്കറ്റ് പോയി. അത് പിന്നെ മലപ്പുറം ജില്ലാ SP ആയിരുന്ന സമയത്ത് ഉള്ള ഒരു ആരോപണത്തിൻ്റെ ബേസിലാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അവിടുത്തെ മുഴുവൻ DYSP-മാരെയും SP-യെയും സ്ഥലം മാറ്റി കഴിഞ്ഞു. അപ്പം നിങ്ങൾ രാജിവെക്കാനായിട്ട് കടലാസ് കൊടുത്താൽ അത് ഒപ്പിടുന്ന ആളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ അന്വേഷിക്കണം, അന്വേഷണാത്മക റിപ്പോർട്ട് കിട്ടണം, അതിൻ്റെ പ്രൊസീജിയറുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി സ്വീകരിക്കേണ്ടത്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പം നിങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട ഷിബു മീരാൻ അദ്ദേഹം അജിത് കുമാറിൻ്റെ കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഷിബു മീരാന് ഈ കാര്യത്തിൽ നമ്മളെപ്പോഴേക്കാളും ഒരു പിടിയുടെ അതിൻ്റെ നിയമവശങ്ങളെ കുറിച്ച് അറിയാവുന്നൊരു വ്യക്തിയാണ്. അജിത് കുമാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ഒരു IPS ഉദ്യോഗസ്ഥനെ കുറിച്ചോ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചൊരു പരസ്യവേദിയിലല്ല ഒരു മുഖ്യമന്ത്രി പ്രകടിപ്പിക്കേണ്ടത്. ഇന്ന് ഈ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുന്നവരെ മുഖ്യമന്ത്രി പറഞ്ഞില്ല. സസ്പെൻഡ് ചെയ്യാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അത് അൻവറും ആവശ്യപ്പെട്ടിട്ടില്ല, ആരും ആവശ്യപ്പെട്ടില്ല. അൻവറിന്റെ ആവശ്യം എന്താണ്? അയാൾ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ അന്വേഷണത്തെ സ്വാധീനിക്കും. അയാളാണ് ഓൾ ഇൻ ഓൾ, ക്രമസമാധാനം, ലോ ആൻഡ് ഓർഡറിൽ ഓൾ ഇൻ ഓൾ എന്ന ആളാണ്. അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, സസ്പെൻഡ് ചെയ്യണമെന്നല്ല ആവശ്യപ്പെട്ടത്. അതേക്കുറിച്ച് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇതുവരെ അതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. അദ്ദേഹം പാർട്ടിയുടെ പഴയ കാലം പറയുകയാണ്. അജിംസെ, ഞാനതല്ലേ സൂചിപ്പിച്ച മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള നടപടിയെക്കുറിച്ച് അദ്ദേഹത്തിന് ആ ഒരു പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അദ്ദേഹം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുക, അന്വേഷണത്തിന് ഉത്തരവിടുന്നുണ്ടെന്ന് പറഞ്ഞതല്ലേ കോട്ടയത്ത് പോലീസുകാരുടെ സമ്മേളനത്തിൽ വെച്ച്? പിന്നെ നിങ്ങൾ മുഖ്യമന്ത്രിയല്ല സമ്മതിക്കുന്നത്, അൻവറിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പാർട്ടി സെക്രട്ടറി സമ്മതിക്കുന്നു. ഈ അൻവർ പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പാർട്ടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അൻവർ. അൻവർ ഒരു നിമിഷം ആ അൻവറിന്റെ പരാതിയിൽ കഴമ്പുള്ളത് കൊണ്ടാണല്ലോ DGP തലത്തിൽ ഇത് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അയാളെ മാറ്റി നിർത്തി അന്വേഷിക്കുക എന്നുള്ള സാമാന്യ നീതി ഇവിടെ ഉണ്ടാകുന്നില്ല. അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല. ഒരനീതിയില്ല. അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ ഇന്നിപ്പം ഓൾ ടുഗദർ 8 ഉദ്യോഗസ്ഥന്മാരെ DYSP റാങ്ക് മുതൽ 2 SP-മാരെ വരെ അതിലൊരു DYSPക്ക് സസ്പെൻഷനാണ്. അവരെ എല്ലാം അവിടുന്ന് മാറ്റിക്കഴിഞ്ഞു. ലോ ആൻഡ് ഓർഡറിലേക്ക് ഒരാളെ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല. മലപ്പുറം അപ്പൊ അതിനകത്ത് അതേ നടപടി അജിത് കുമാറിനെതിരെ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അങ്ങനെ നിങ്ങൾ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ മാധ്യമങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് പിണറായി വിജയൻ RSS-ഉമായിട്ട് ബാന്ധവമുണ്ട്, രഹസ്യ ബാന്ധവമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, അജിംസ് ഇടപെടാതിരിക്കൂ. ഞാൻ ചോദിക്കട്ടെ, അൻവർ ഉയർത്തിയ ഗുരുതരമായ വേറൊരു ആരോപണം ഉണ്ട്. എന്താ അറിയോ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പുനർജനി തട്ടിപ്പോയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ രഹസ്യ ദൂതനായിട്ടാണ് ഈ പറയുന്ന ദത്താത്രേയ ഗോസ്ബലെ പോയി കണ്ടതെന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു വരി ചർച്ച ചെയ്തിട്ടുണ്ടോ? അത് ഉയർത്തിയതല്ലേ? എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? അപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടി CPM ആണ്. CPM ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വകുപ്പ് കൈയാളുമ്പോൾ പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഒരു ADGP RSS-കാരെ കണ്ടെന്ന് പറഞ്ഞാൽ ആർക്കാ നാണക്കേട്? അല്ല, അതിന് നാണക്കേടൊന്നുമില്ല. രഹസ്യബാന്ധവം ആർക്കെല്ലാം ഉണ്ട്. PV അൻവർ ഉയർത്തിയ വിഷയത്തെ കുറിച്ച് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യാൻ മേലെ. നിങ്ങൾ പ്രതിപക്ഷ നേതാവിന് വേണ്ടിയാണ് ഹൊസബാലയെ ADGP കണ്ടതെന്ന് നോക്കിയ ഈ വിവരം മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? എന്നിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? വർഷം ഒന്നായി. അല്ല, മുഖ്യമന്ത്രി അറിഞ്ഞോ ഇല്ലെന്നുള്ളതല്ലോ. നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിക്ക് ലഭിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്, ആ സന്ദർശനം നടന്നതായിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടില്ലെങ്കിൽ പിന്നെ അദ്ദേഹം എന്ത് ഭരണമാണ് അവിടെ നടത്തുന്നത്?
അല്ലാതെ സർക്കാർ ഒരു പത്രക്കുറിപ്പിലൂടെ പുറത്തിറക്കിയില്ല. ആഭ്യന്തര വകുപ്പ് അത് അറിഞ്ഞു. അന്ന് തന്നെ അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചു. അദ്ദേഹം പേഴ്സണലായ കാര്യങ്ങൾക്കാണ് അദ്ദേഹം അവിടെ പോയത്. അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റോട് സംബന്ധിച്ചുള്ള വിശദീകരണം കിട്ടിയ ആ വിശദീകരണം പ്രതിപക്ഷ നേതാവിന് വേണ്ടിയാണ് പോയതെങ്കിൽ പ്രതിപക്ഷ നേതാവിന് വേണ്ടിയാണ് പോയത് എന്ന് അങ്ങ് പറയുന്നു. എങ്കിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അജിംസ് എന്റെ വായിലേക്കൊന്നും തിരികെ കയറ്റരുത്. അൻവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതെന്താ അറിയാതെ പോയെന്ന് ഞാൻ ചോദിച്ചോളൂ. പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ടാണോ പോയെന്നുള്ളൊരു വാക്ക് എന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം ഇത് പൊതുസമൂഹം കേട്ടോണ്ടിരിക്കുന്ന. ഇനി വേറൊരു കാര്യം പറയാം. ഇന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ ചാനലിൽ കാണിച്ചല്ലോ അദ്ദേഹത്തിന്റെ ലൈവ് ബൈറ്റ്. അദ്ദേഹം പിന്നെ കോവളത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ട് വന്നിട്ട് അതെന്താ പറഞ്ഞേ? പരാതി ലഭിച്ചിട്ടുണ്ട്, അത് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അന്വേഷിച്ചിട്ട് തെറ്റുകളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇത് എത്ര ആവർത്തി പറഞ്ഞു? ഓരോ ഉദ്യോഗസ്ഥന്മാരും പേരുടെ നടപടികൾ അന്വേഷിച്ചിട്ട് ഈ സർക്കാർ ധീരമായ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കൂട്ട സ്ഥലമാറ്റല്ലേ നടത്തിയിരിക്കുന്നത്. തന്നെയല്ല, ഞാൻ ഒരു കാര്യം പറയാം. മലപ്പുറത്തെ മുസ്ലിം സമുദായത്തിന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നടപടികളുണ്ട്. ഒരു അരക്ഷിത ബോധം ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണെന്നുള്ള അൻവറിന്റെ ആരോപണം അത് വളരെ കൃത്യമായിട്ടല്ലേ സർക്കാർ കണ്ടിരിക്കുന്നത്? നിസ്സാരാണോ? ഇവിടെ നിങ്ങൾ ആരോപിച്ചല്ലോ എന്ത് പിന്നെ ന്യൂനപക്ഷ പ്രണയമാണെന്നുള്ളൊരു ഇത് ആരോപണമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലെ ഞാനത് പറയത്തില്ല. അപ്പൊ അതിനകത്തൊരു കാര്യം. പിന്നെ നിങ്ങൾ ബഹുമാനപ്പെട്ട മീരാനോട് പറഞ്ഞു അദ്ദേഹം പഴയകാല ചരിത്രങ്ങൾ പറയായിരുന്നു. പഴയകാല ചരിത്രങ്ങൾ കേരളത്തിന്റെ റെക്കോർഡിലില്ലേ? അത് ചരിത്രമല്ലേ? തലശ്ശേരി കലാപം ഇന്നലെ ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിച്ചതാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ നിങ്ങൾ RSS ബന്ധം ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അജിത്കുമാർ എന്ന് പറഞ്ഞ CPM-ഉം RSS-ഉം തമ്മിൽ ബാന്ധവുമുണ്ട്, രഹസ്യ ബാന്ധവുമുണ്ട് എന്നല്ല ആരോപണം. അങ്ങനെ ഒരു ആരോപണം അൻവറിനുമില്ല. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ, ഇവർക്കെതിരെയാണ് ആരോപണം. അവരെപ്പറ്റി പറയുമ്പോൾ ആ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പാർട്ടി പണ്ട് തലശ്ശേരി കലാപകാലത്ത് പള്ളിക്ക് കാവൽ നിന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. സിമ്പിളായിട്ട് അജിംസ് വെള്ളത്തിലേക്ക് മുങ്ങരുത്. ഇവിടുത്തെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാം കൊട്ടിക്കൊഴിച്ചത് ഞാൻ ഒരു മാധ്യമത്തിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതല്ല. കൊട്ടിക്കൊഴിച്ചത് എന്തോ മറയ്ക്കാനുണ്ട് മുഖ്യമന്ത്രിക്ക്. അജിത് കുമാർ RSS മേധാവിയെ കണ്ടതിൽ നിന്നും എന്തോ മറയ്ക്കാനുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അതിന് നടപടി സ്വീകരിക്കില്ല എന്ന് ഘോരം ചർമ്മിത ചരണമായിട്ട് വാർത്തകൾ വരികയും ചർച്ച ചെയ്യുകയും ചെയ്ത് നിങ്ങൾ മാധ്യമങ്ങൾ ഇപ്പൊ പറയുമോ അങ്ങനെ ഒരു ആരോപണം അൻവറില്ലെന്ന്? അൻവർ അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കൂ, വ്യക്തമായി കേൾക്കൂ. CPM-ഉം RSS-ഉം രഹസ്യബാന്ധവുമുണ്ട് എന്നല്ല അൻവർ MLA-യുടെ ആരോപണം. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, ക്രമസമാധാന ചുമതലയുള്ള ADGP ഇവർക്ക് RSS ബന്ധമുണ്ടെന്നാണ് ആരോപണം. അപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമല്ല, മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ബഹുമാനപ്പെട്ട അജിംസെ, അൻവർ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ഈ പറയുന്ന RSS-ന് തമ്മിൽ ബന്ധമുണ്ട് എന്നല്ല അൻവറിന്റെ ആരോപണം. CPM-ഉം RSS രഹസ്യ ബാന്ധവുമുണ്ട് എന്നല്ല. പോലീസ്, പൊളിറ്റിക്കൽ സെക്രട്ടറി ഇവർക്ക് ബന്ധമുണ്ട് എന്നാണ് ആരോപണം. അതേക്കുറിച്ചാണ് മറുപടി പറയേണ്ടത്. അല്ലാണ്ട് CPM പണ്ട് കാവൽ നിന്നു എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ആവില്ല. പ്രിയപ്പെട്ട അജിംസെ, അൻവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് ഞാൻ പറഞ്ഞില്ല. മാധ്യമങ്ങൾ ഉയർത്തിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ പറഞ്ഞ അത് സാക്ഷാൽ പിന്നെ പ്രതിപക്ഷ നേതാവ് വരെ നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് പൂരം കലക്കാനെന്നാണ് പറഞ്ഞത്. പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ വളച്ചു കെട്ടിക്കൊണ്ട് ഇവിടെ CPM-നിട്ട് പിന്നെ എന്താ പറയാ അടി കൊടുക്കാനായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ ശ്രമിച്ചു കുറെ ദിവസങ്ങളായിട്ട്. ഈ ഉദ്യോഗസ്ഥന്മാരെ CPM-നോടല്ല ഈ ചോദ്യം, ആഭ്യന്തര വകുപ്പിനോടാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടാണ് ഈ ചോദ്യം. CPM അല്ല ഇതിന് മറുപടി പറയേണ്ടത്. CPM-ഉം ഇതേ ചോദ്യം ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചേക്കുക. അതുകൊണ്ടാണ് ഈ പരാതി അങ്ങോട്ട് ഫോർവേഡ് ചെയ്തത്. ഐ ഗോട്ട് ഇൻ യുവർ ക്വസ്റ്റ്യൻ. ഞാൻ എന്നെ ഒന്ന് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക അജിംസെ, ഇങ്ങനെ ഇടപെടുന്നതിനാ. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ആരോപണത്തിൽ വസ്തുതയുണ്ടെന്ന് ബോധ്യം വന്നതിന്റെ പേരിലാണ് അന്വേഷണാത്മകമായിട്ട് ഒരു SP-യെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഒരു SP-യെയും അവിടുത്തെ മുഴുവൻ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ മുഴുവൻ DYSP-മാരെയും ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അതിലൊരു പാലക്കാട് DYSP ആരോപണ വിധേയനായതിനെ ആളെ സസ്പെൻഷൻ നിർത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ ഈ പറയുന്നത് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 DYSP-മാർക്ക് RSS ബന്ധം കൊണ്ടല്ലല്ലോ അവരെ മാറ്റിയത്, ആണോ? അല്ല, അത് ബഹുമാനപ്പെട്ട അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അദ്ദേഹം തെളിവ് സഹിതം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ആ പരാതിയുടെ ബേസിലല്ലേ അതല്ല മുഖ്യമന്ത്രി കോട്ടയത്ത് വെച്ച് പറഞ്ഞു നൊട്ടോറിയസ് ക്രിമിനൽ നെക്സസിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള പരാതിയിൽ നടപടിയെടുത്തു. അതിന്റെ തലവൻ അവിടെ ഇരിക്കുന്നു. നൊട്ടോറിയസ് ക്രിമിനലിന്റെ തലവൻ അവിടെ ഇരിക്കുന്നു. അവർക്കെതിരെ നടപടിയില്ല.
ആ തലവൻ അവിടെ ഇരിക്കുകയാണ്, അയാൾക്കെതിരെ നടപടിയില്ല. പാവം അങ്ങനെയാണെങ്കിൽ ചെറുമീനുകളെ മാറ്റി ശരിയാണ്, അവരെ മാറ്റി ശരിയാണ്, പക്ഷേ തലവൻ അവിടെ ഇപ്പോഴും ഉണ്ട്. അല്ല, ഇപ്പൊ നിങ്ങൾ ചെറുമീന് പറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് വാസ്തവത്തിൽ ഉത്തരം മുട്ടിയിരിക്കുകയാണ് ഇന്നത്തെ സർക്കാരിന്റെ നടപടിയിലൂടെ. അതായത് വസ്തുത. അപ്പോൾ നിങ്ങൾ ഇപ്പൊ കൊണ്ടുവരുന്നത് എന്താണ്? ആ വലിയ മീനെ എന്തുകൊണ്ട് വകുപ്പ് മാറ്റുന്നില്ല, അറ്റ്ലീസ്റ്റ് അയാളുടെ ചുമതല എന്തിനും മാറ്റുന്നില്ല? നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. ഇതൊരു IPS ഉദ്യോഗസ്ഥന്റെ പേരിലുള്ള ഒരു ADGPയുടെ പേരിലുള്ള ഒരു ആരോപണമാണ്. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വെയിറ്റ് ചെയ്യാൻ വയ്യ. എനിക്ക് തോക്ക് ലൈസൻസ് വേണ്ടി വരും, തോക്ക് ലൈസൻസ് വേണം, എന്നെ തീർക്കുമെന്ന് പറയുന്നത് ഒരു ഭരണകക്ഷി MLA ആണ്. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു MLAയുടെ ഈ ആദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അത് ആ MLA പറഞ്ഞത് നിങ്ങൾ വളച്ചു കിട്ടണ്ട. ബഹുമാനപ്പെട്ട ആ MLA ഞാൻ അന്ന് പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞത് കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ പോലുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ആ മാഫിയ എനിക്കെതിരെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ അൻവർ പറയുന്ന മാഫിയയുടെ തലവനാരാണ്? അത് എനിക്കറിയത്തില്ല. മാഫിയുടെ ക്രിമിനലാണ് ADGP. അയാൾ ആളുകളെ കൊല്ലിക്കുന്നു, സ്വർണം പൊട്ടിക്കുന്നു, കള്ളക്കേസുണ്ടാക്കുന്നു. അയാളെ കുറിച്ചാണ് അൻവറിന്റെ പരാതി. അല്ല, തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് അങ്ങനെ വാക്കുകൾ ഉപയോഗിച്ചു. അതേ ഇന്നലെയും ആ വാക്ക് ഉപയോഗിച്ചു. അതല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തര വകുപ്പിന് ചുമതല വഹിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും DGPക്ക് അത് കയ്യിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്ന പരാതിയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അതനുസരിച്ച് നടപടി വന്നുകൊണ്ടിരിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ കൊടുത്ത കടലാസിൽ മുഖ്യമന്ത്രി ഒപ്പിടുന്നതാണ്. അത് നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇത് CPM ഭരിക്കുന്നത്. ഇവിടെ മീരാൻ പറഞ്ഞ, അല്ലെ ബഹുമാനപ്പെട്ട മീരാൻ അഡ്വക്കേറ്റ് പറഞ്ഞ ഒരു കാര്യത്തിനോട് മറുപടി പറയാം. അത് അജിംസ് ഉന്നയിച്ചൊരു കാര്യത്തോടെ കൂടിയാ. അതായത് ഇവിടെ K. സുധാകരൻ ഇത്രയ്ക്കും വലിയൊരു ക്രിമിനലായിട്ടുള്ള, ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രി കേരളം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും പറഞ്ഞല്ലോ, അതും രാഷ്ട്രീയപരമായിട്ട് അവരോട് പറയാൻ ഞാൻ ബാധ്യതല്ലേ? എന്താണ് അജിംസ് ഇത്രയ്ക്ക് ആ കസേരയിലിരിക്കാൻ ഒരു യോഗ്യതയില്ലെന്ന് അദ്ദേഹം എത്ര പ്രാവശ്യം തെളിയിച്ചു? മോൻസൺ ബാബുഗൽ എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ ഒരു തട്ടിപ്പുകാരൻ്റെ വീട്ടിൽ പോയി കണ്ണ് ചികിത്സിക്കാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി പാർക്കുകയും അവിടുന്ന് 10-15 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് പ്രതിസ്ഥാനത്ത് നിന്ന് ഇപ്പൊ ജാമ്യത്തിൽ നിൽക്കുന്നതാണ് ഈ K. സുധാകരൻ എന്ന് പറഞ്ഞാൽ. RSSന്റെ ശാഖകളിൽ ഞാൻ കാവൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞൊരു വിദ്വാന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഒറ്റ വാക്കുകൾക്കൊക്കെയുള്ള മറുപടിയാണ് ഇന്ന് അവിടെ വെച്ച് പറഞ്ഞത്. നിങ്ങളതൊന്ന് മനസ്സിലാക്കിയേ. ഈ മനുഷ്യന് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയുള്ളത്? ചാണ്ടി ഉമ്മൻ, നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചർച്ച വെക്കണമെന്നില്ല? ഇന്നലെ ഞാനിത് ചോദിച്ചാൽ ചാണ്ടി ഉമ്മൻ പറയുന്ന MLA അവര്, അതായത് BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ള ഉപരിതല ഗതാഗത വകുപ്പിന്റെ ലീഗൽ കമ്മിറ്റിയിലെ അംഗമായിട്ട് 19 സ്ഥാനത്ത് എടുത്തിരിക്കുന്നു. നിങ്ങളത് ചർച്ച ചെയ്തിട്ടുണ്ടോ? എനിക്ക് കിട്ടിയ അംഗീകാരമാണെന്നാണ്, അല്ല അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരമാണെന്നാണ് ഈ K. സുധാകരൻ പറഞ്ഞത്. അപ്പോൾ സംശയിക്കേണ്ടത് ആരെയാണ്? ഇനി രണ്ടാമത് ഈ ചാണ്ടി ഉമ്മൻ MLA എന്താ പറഞ്ഞത്? ഞാൻ 2 വർഷം മുമ്പ് തന്നെ അത് പോർട്ടലിൽ അപ്ലൈ ചെയ്തതാണ്. 2 വർഷം മുമ്പ് ഇദ്ദേഹം BJPയിലായിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് CPM ഒരു വാഗ്ദാനം, ഈ പറയുന്ന അഡ്വക്കേറ്റുമാർക്ക് ആർക്കെങ്കിലും ഒരു പൊസിഷൻ വാഗ്ദാനം ചെയ്ത് അവർ സ്വീകരിക്കുമോ? ഒറ്റ ചോദ്യത്തിന് മറുപടി അജിംസ് പറഞ്ഞ്, ബഹുമാനപ്പെട്ട മീരാൻ പറഞ്ഞ്. അപ്പൊ നിങ്ങൾ റജി ലൂക്കോസിലേക്ക് ഞാൻ വരാം. ശ്രീ ഷാജി രാഘവൻ, ഈ ADGP അജിത് കുമാറിനെ കുറിച്ച് PV അൻവർ MLA ഉന്നയിച്ച വിശേഷണം, അയാളൊരു ക്രിമിനൽ നൊട്ടോറിയസ് ഗ്യാങ് ആണ്, ദാവൂദ് ഇബ്രാഹിമിൻ്റെ പണിയാണ് അയാൾ ചെയ്യുന്നതെന്നാണ്, രാജ്യദ്രോഹ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്നാണ് PV അൻവർ MLAയുടെ ആരോപണം. അങ്ങനെ ഒരു ക്രിമിനൽ നൊട്ടോറിയസ് ഓഫീസർ, ദാവൂദ് ഇബ്രാഹിമിൻ്റെ പണി ചെയ്യുന്നവൻ എന്തിനാണ് ഹൊസബാലയെ കാണുന്നത്? RSSകാർക്ക് അവരുമായി എന്താണ് ബന്ധം? അല്ല ജെയിംസ്, എന്തിനാ വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് ഓടി മാറുന്നത്? താങ്കൾ ഈ പാനലിൽ 2 പേരോട് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ സത്യത്തിൽ ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ഒരാളല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തന്നെ ഇന്ന് മുഖ്യമന്ത്രി വലിയ തോതിൽ ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിനൊരു മറുപടി കൊടുത്തു എന്നുള്ള നിലയ്ക്ക് ചർച്ച വരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചില വിഷയങ്ങളിലൂടെ കേരളത്തിൽ പറയുന്നു. സത്യത്തിൽ ഈ 2 LDFനും UDFനും നേതൃത്വം കൊടുക്കുന്ന ഈ 2 പാർലമെൻ്ററി പാർട്ടി നേതാക്കന്മാരും, മുഖ്യമന്ത്രി ആയിക്കോട്ടെ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, അവർ കേരളം വളരെ ആകാംക്ഷയോടുകൂടി ഇവരിൽ നിന്ന് കേൾക്കാൻ, അല്ലെ ഇവർ ചെയ്യുമെന്ന് വിചാരിച്ച കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയോ ഇവർ ചെയ്യുകയോ ചെയ്തോ? എന്തായിരുന്നു ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം? എവിടെയായിരുന്നു? ഭരണകക്ഷിപ്പെട്ട ഒരു MLA തന്നെ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഒരു പ്രമുഖനായിട്ടുള്ള ADGPക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. രാജ്യദ്രോഹ കുറ്റം വരെ അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. 2 കൊലപാതകങ്ങളുണ്ട്, കസ്റ്റഡി മരണമുണ്ട്.
സ്വർണം പൊട്ടിക്കലുണ്ട്, സ്വർണ്ണ കള്ളക്കടത്തുണ്ട്. ഇത്രയും ഗുരുതരമായ വിഷയം ഭരണകക്ഷി MLA അദ്ദേഹം ഇന്ന് അരമണിക്കൂർ മുമ്പ് വീണ്ടും ഈ ചർച്ച ഓൺ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യുമ്പോൾ അജിത് കുമാറും RSS നേതാവിനെ കണ്ട വിഷയമല്ലാതെ ഇന്ന് ശ്രീ അൻവർ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ അരമണിക്കൂർ മുമ്പ് ഉന്നയിച്ച ഒരു ചർച്ച, ഒരു വിഷയം അദ്ദേഹം ഓൺ ചെയ്ത ഒരു ആരോപണമുണ്ട്. അതുപോലും ചർച്ചക്കെടുക്കുന്നില്ല. അപ്പോൾ വളരെ മനഃപൂർവ്വമായി VD സതീശൻ 3 ദിവസം മുമ്പ് എന്തിനാണോ പരിശ്രമിച്ചത്, കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്, മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. കാരണം ശ്രീ PV അൻവർ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു ആരോപണം ഉന്നയിച്ചു. അരമണിക്കൂർ മുമ്പ് മറ്റൊരു ചാനലിൽ ഞാൻ കേട്ടതാണ്. അദ്ദേഹം അതേ ആരോപണം വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് സോളാർ കേസ് അട്ടിമറിക്കുന്നതിൽ ഈ ADGP മുഖ്യ പങ്ക് വഹിച്ചു എന്ന് പറയുന്നുണ്ട്. ശ്രീ KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, അദ്ദേഹത്തിന്റെ കേസ് അട്ടിമറിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഈ ADGP. സോളാർ കേസ് അന്വേഷിച്ച് നിങ്ങളുടെ CBI ആണ്. എന്റെ ചോദ്യം എന്താണ്? വളരെ ഗുരുതരമായ ആരോപണമാണ് ADGPക്കെതിരെയുള്ളത് ഷാജി രാഘവൻ. അത് നോട്ടോറിയസ് ക്രിമിനൽ ഗ്യാങ് ആണ് എന്നൊരു ഭരണകക്ഷിയെ പറഞ്ഞു. താങ്കൾ തന്നെ ചോദിച്ചു ഒറ്റ കാര്യം, ഇത്രയും നൊട്ടോറിയസ് ഗ്യാങ്ങുമായി RSS എന്തിന് സംസാരിച്ചു? അതിന് മറുപടി വേണ്ടേ? അല്ല, ഞാൻ മറുപടി പറയാമെന്നേ. എൻ്റെ ചോദ്യം അതല്ല. ഇത് മാത്രമായിരുന്നു ഈ ശ്രീ അൻവർ ഉന്നയിച്ച വിഷയം. എൻ്റെ ചോദ്യം അതാണ്. ശ്രീ അൻവർ ഉന്നയിച്ച വിഷയമാണ് ഈ ചർച്ചയ്ക്ക് ചോദ്യം മനസ്സിലായിരുന്നു. വളരെ ഗുരുതരമായ ആരോപണം മുന്നിലിരിക്കുകയാണ്. അതിൽ മുഖ്യമന്ത്രി നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിന് മറുപടി പറയുന്നില്ല. ഇത്രയും നൊട്ടോറിയസ്, ആ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ആരോപണത്തിൽ കഴമ്പുള്ളതുകൊണ്ടാണ് അന്വേഷണ സംഘം രൂപീകരിച്ചതെന്ന് MV ഗോവിന്ദ മാസ്റ്റർ പറയുന്നു. ഇത്രയും നൊട്ടോറിയസായ കഴമ്പുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരു IPS ഓഫീസറെ, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ആളാണ്, അയാളെ എന്തിന് RSS കാണണം? അല്ല, ഈ ADGPയെ സംബന്ധിച്ച് പാർട്ടി കൃത്യമായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനത്തിന് നിലപാടെടുത്തിട്ടുണ്ട്. അതിശക്തമായ നിലപാടും നടപടിയും പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇത് BJP കേരളത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് എന്താ വിളിക്കാനുള്ളത്? പിന്നെ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നതിനും ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് താങ്കളോ ഈ പാനലിൽ ഉൾപ്പെട്ട ഈ ചർച്ച തീരുന്നതിന് മുമ്പ് മറുപടി പറഞ്ഞാൽ മതി. ഈ വിഷയം മാത്രം എന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വരുന്നു? അത് വളരെ മനഃപൂർവ്വമായി അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഷാജി രാഘവൻ? RSS പോലീസും തമ്മിലുള്ള ബന്ധം ഉന്നയിക്കുന്നത്, ആ ആരോപണം കഴിഞ്ഞ 8 വർഷമായിട്ട് CPM തന്നെ ഉള്ളിലത്തെ പലരും ഉന്നയിക്കുന്നുണ്ട്, LDFിലെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്, പലരും ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. മറ്റൊന്ന്, ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ഗ്യാങ്ങുമായി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പാട്രൺ സംഘടനയായ RSSന് എന്താണ് ബന്ധമെന്നാണ് ചോദ്യം. ഇല്ല, RSSൻ്റെ ഒരു പ്രവർത്തന പദ്ധതിയെ പറ്റിയിട്ട് ഞാൻ വിശദീകരിക്കുന്നത് ശരിയല്ല. പക്ഷേ ഒരു RSSൽ കൂടെ വളർന്നു വന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വർഷങ്ങളായി എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചതുപോലും RSS പ്രവർത്തനത്തിലുള്ള ആട് എന്നുള്ളതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ പറ്റും. RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന പദ്ധതി തന്നെ അറിയുവാനും അറിയിക്കുവാനും ഈ പറയുന്ന നമ്മുടെ പൊതുസമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ നിരന്തരമായി സമ്പർക്കം പുലർത്തുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. കഴിഞ്ഞ 100 വർഷക്കാലമായി ഈ സംഘടന ഈ രാജ്യത്ത് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തന പദ്ധതി എന്ന് പറയുന്നത് ഈ സമ്പർക്ക പരിപാടി തന്നെയാണ്. അതിനകത്ത് ഇന്നായിരുന്നൊന്നുമില്ല. അത് ഒന്നുകിൽ അങ്ങോട്ട് പോയി കാണും, അല്ലെ അവർ ഇങ്ങോട്ട് വന്ന് കാണും. ഈ പറയുന്ന അജിത് കുമാർ, അദ്ദേഹം 365 ദിവസം 2 ദിവസം RSS നേതാവിനെ, അദ്ദേഹം 363 ദിവസം ആരെയാണ് കണ്ടതെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? RSS നേതാക്കളെ കേരളത്തിൽ കാണാത്ത ഏത് CPM നേതാവാണ്, ഏത് മുഖ്യമന്ത്രിയാണുള്ളത്, ഏത് ADGP ആണുള്ളത്, ഏത് ചീഫ് സെക്രട്ടറി ആണുള്ളത്? ഞാൻ എത്ര ലിസ്റ്റ് വേണേൽ തരാം. അങ്ങനെ അവരെ കാണുക എന്നുള്ളൊരു പ്രവർത്തന പദ്ധതി ഉണ്ട്. അല്ല, RSS നേതാക്കളെ കണ്ട മുഖ്യമന്ത്രിമാരാരാണ്? രാജ്യസ്നേഹികളെ സൃഷ്ടിക്കുന്ന ഷാജി രാഘവൻ, RSS നേതാക്കളെ കണ്ട മുഖ്യമന്ത്രിമാരാരാണ്? ഏതാണ്ട് കാണാത്ത മുഖ്യമന്ത്രി ഏതിൻ്റെ ഞാൻ ചോദിച്ചോട്ടെ, ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്, ഈ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, രാജ്യത്തെ കളക്ടർമാർ, IAS, IPS, ഇവർക്ക് ആരെയും കാണാൻ, അവർക്ക് ഇവരെയും കാണാൻ എന്താണ് പ്രശ്നമെന്ന് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് സമ്പർക്കം പ്രവർത്തന പദ്ധതിയായി സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം. ഷാജി രാഘവൻ, അത് എന്തിനു വേണ്ടിയാണെന്നാണ് ഏതെങ്കിലും IPS ഓഫീസർ, ഏതെങ്കിലും മുഖ്യമന്ത്രി ഒന്നും കണ്ടതിൽ പ്രശ്നമല്ല. ഒരു ക്രിമിനൽ ആരോപണം നേരിടുന്ന, ക്രിമിനൽ സ്വഭാവമുള്ള, രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തു എന്നൊരു ഭരണകക്ഷി MLA ആരോപിക്കുന്ന ആരോപണം നിങ്ങൾ ആവർത്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരാളെ RSS നേതാവ് കാണുന്നതിനാണ്. അല്ല, ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് അന്വേഷിച്ച് നടപടിയെടുക്കണം. ഞങ്ങൾ നിലപാടെടുത്തിട്ടുണ്ടെന്നേ.
ഇത് കണ്ടത് 2 വർഷമോ 3 വർഷം മുമ്പൊക്കെ കണ്ട പിണറായി വിജയൻ സർക്കാർ തൃശൂർ പൂരം കലക്കി. പിണറായി വിജയൻ സർക്കാർ തൃശൂർ പൂരം കലക്കി എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രചരിപ്പിച്ചവരാണ് ബി ജെ പി. പിണറായി വിജയൻ സർക്കാർ തൃശൂർ പൂരം കലക്കി എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രചരിപ്പിച്ചവരാണ് ബി ജെ പി. ആ പൂരം കലക്കിയതിന് പിന്നിൽ അജിത് കുമാർ ആണെന്ന് ആരോപിച്ചത് PV അൻവറാണ്. ഈ സംഭവങ്ങൾക്കിടയിലാണ് ഈ സന്ദർശനം രണ്ടും നടന്നത്. 10 ദിവസത്തിനുള്ളിലാണ് 2 സന്ദർശനം നടന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു അവരെ RSSന്റെ സിദ്ധാന്തം പഠിപ്പിക്കാൻ കണ്ടതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അജിംസ എവിടെ കേരളം ഭരിക്കുന്നത് BJP ആണോ? കേരളം ഭരിക്കുന്നത് CPM അല്ലേ, പിണറായി വിജയനല്ലേ? ഞങ്ങൾ ഈ ആരോപണം പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചൊരു അന്വേഷണ കമ്മീഷൻ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് ഈ ഗവൺമെന്റ്. എന്താ ഈ ഗവൺമെന്റ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്? നിങ്ങൾ എന്തിനാ ഈ പുകമറ സൃഷ്ടിക്കുന്നത്? പുകമറയല്ല, നിങ്ങൾ വിശദീകരിക്കണം. RSS കാരണം കാണുന്നത് ഈ പൂരം കലക്കിയത് ഈ അജിത് കുമാർ ആണെന്നുള്ള ആരോപണം നിലനിൽക്കെ അയാൾ എന്തിനാ കാണുന്നത്? പൂരം കലക്കരുത് എന്ന് പറയാനാണോ കണ്ടത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പൂരം കലക്കിയതിന് ശേഷമാണോ കണ്ടത്? പൂരം 2023 കണ്ട കാര്യമല്ലേ താങ്കൾ ഈ പറയുന്നത്? അതിനുശേഷമാണല്ലോ പൂരം കലങ്ങിയത്. അതിനുശേഷമാണല്ലോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നത്. വേണ്ടി ഞാൻ ചോദിച്ചിട്ട് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന അജിംസ ഇത് ആരാ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ വേണ്ടി പൂരം നടക്കുന്നതിന് 1 കൊല്ലം മുമ്പ് ശ്രീ അജിത് കുമാർ ADGP അജിത് കുമാർ RSS നേതാവിനെ കണ്ടു എന്ന് പറയുന്ന നിങ്ങളുടെ വാദം കേരളത്തിൽ ഏത് അരിയാഹാരം കഴിക്കുന്നവരാ തൊടാതെ വിഴുങ്ങുന്നത്? എന്തിനാണ് കണ്ടതെന്ന് പറഞ്ഞാൽ ഇതേ അജിത് കുമാറാണ് സ്വപ്ന സുരേഷിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഷാജ് കിരൺ എന്ന് പറയുന്ന ആളെ പറഞ്ഞു വിട്ടതും അയാളുമായി ടെലിഫോണിൽ സംസാരിച്ചതും ഇതേ സർക്കാർ അയാളെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും. അജിംസിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. താങ്കൾക്കുള്ള മറുപടി വരേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്. അതിനകത്ത് ശ്രീ അജിത് കുമാർ, ഈ പറയുന്ന ADGP അജിത് കുമാർ, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ അദ്ദേഹം ഇക്കാര്യം വളരെ കൃത്യമായി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഗവൺമെന്റിന്. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. അപ്പോൾ എന്തിനാ കണ്ടതെന്നുള്ളതും എന്താ സംസാരിച്ചതെന്നുള്ളതും പുറത്തു വരുമല്ലോ. ഇത് ഞങ്ങളെന്തിനാ ഇതിന് മറുപടി പറയേണ്ടത്? ഞങ്ങളാണോ ഇവിടെ കേരളത്തിൽ ഈ ഭരിക്കുന്നത്? കേരളത്തിൽ ഭരണം നടത്തുന്ന ആഭ്യന്തര വകുപ്പ് ഞങ്ങളാണോ കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ ഒരു ADGP നടത്തിയ ക്രമക്കേട് തൃശ്ശൂർ പൂരം കലക്കിയതിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ താങ്കളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയാവും. ആ അന്വേഷണ റിപ്പോർട്ട് BJPക്ക് ഈ അജിത് കുമാർ ഇങ്ങനെ ഒരു കറപ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ നെക്സസിന്റെ തലവനായിട്ടുള്ള ഒരു IPS ഓഫീസറാണെന്നുള്ള അഭിപ്രായം BJPക്ക് ഉണ്ടോ? ആരോപണം വന്നിരിക്കുന്നു. ഒരാരോപണം ഒരാൾക്കെതിരെ വന്നാൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി അദ്ദേഹത്തിനെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷിക്കണം എന്നുള്ള കാര്യം BJP ഇതിനൊക്കെ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു IAS ഓഫീസറെ പറ്റിയിട്ട് ഒരു ഫൈനൽ കൺക്ലൂഷനിലെത്തേണ്ടത്. അതിവിടെ ഒരു സംവിധാനമുണ്ട്. ഭരണകക്ഷിപ്പെട്ട ഒരു MLA ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ പദവിയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് മാത്രമാവരുത്. PC വേണുഗോപാലിൻ്റെ സോളാർ അഴിമതി അട്ടിമറിച്ചതുൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയിട്ടുള്ള കള്ളക്കടത്ത് ഉൾപ്പെടെ 2 കൊലപാതകങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയാണോ അൻവർ കേരളത്തിൻ്റെ പൊതുജന മനസാക്ഷിയുടെ മുമ്പിൽ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിലൊക്കെ കൃത്യമായ അന്വേഷണം വേണമെന്ന് BJP പറയുമ്പോൾ ADGP അജിത് കുമാറിന് എതിരായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ശരി ഷാജി രാഘവൻ. ശ്രീ ഷിബു മീരാൻ, യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ സമരമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി തല്ലുകൊള്ളുകയും ചെയ്തു പോലീസിൻ്റെ കയ്യിൽ. മലപ്പുറത്ത് ഇപ്പോൾ ഈ PV അൻവർ MLA ഉന്നയിച്ച ആരോപണത്തെ തുടർന്ന് 8 പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു സമരം ചെയ്യാത്തത്? അജിംസ ചോദ്യം ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് ചർച്ചയിൽ മറ്റു ഉന്നയിച്ച കാര്യങ്ങളിലേക്ക് അത് തെറ്റിദ്ധാരണ. ഇപ്പം മിനിഞ്ഞാന്ന് ആണ് മലബാർ കേരളത്തിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലേക്ക് മലപ്പുറത്തടക്കം യൂത്ത് ലീഗ് മാർച്ച് നടത്തിയത്. കൊടുവല്ലി പോലീസ് സ്റ്റേഷന് മുന്നിൽ ആ സമരം ഉദ്ഘാടനം ചെയ്ത ഒരാളാണ് ഞാൻ. ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല എന്ന് പറയരുത്. ഞങ്ങളുടെ സമരങ്ങൾ നിങ്ങൾ കാണാത്തത് കൊണ്ട് ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല എന്നതിനർത്ഥമില്ല. ഇനി ഈ സുജിത് ദാസിനെതിരായിട്ടുള്ള ഈ വിഷയം ഇപ്പോൾ ഈ അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ അജിംസ്, ഈ സുജിത് ദാസ് ഇപ്പോൾ ഇവിടെ റജി ലൂക്കോസ് തന്നെ സൂചിപ്പിച്ചു, ഈ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മലപ്പുറത്തെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് കോർണർ ചെയ്യാനുള്ള ശ്രമം
സുജിത് ദാസ് നടത്തുന്നു എന്ന് കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചവരാണ്. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസാണ് അത് ഉന്നയിച്ചത്. പിന്നീട് ഞങ്ങൾ കേരളത്തിന്റെ നിയമസഭക്കകത്ത് ആ വിഷയം കൊണ്ടുവന്നു. ഞങ്ങൾ സുജിത് ദാസിനെതിരെ സമരം നടത്തിയിട്ടുണ്ട്. താനൂരിലെ കസ്റ്റഡി കൊലപാതകം ഞങ്ങൾ എത്ര സമരം നടത്തിയതാണ്. ഞങ്ങളെന്ന് പറഞ്ഞില്ലേ, സുജിത് ദാസിന്റെ ഗുണ്ടാ പട്ടാളമായ ഡാൻസാഫ് ഇടിച്ചു കൊലപ്പെടുത്തിയതാണ് ആ ചെറുപ്പക്കാരനെ എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. അന്ന് അത് അൻവർ ഏറ്റെടുത്തില്ല. അന്ന് ഞങ്ങൾ ഉന്നയിക്കുന്ന കേവല രാഷ്ട്രീയ ആരോപണമായി നിങ്ങളതിനെ തള്ളിക്കളഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ കുറെ കൂടി മൂർത്തമായി നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. ആ ഞങ്ങൾ ഉന്നയിച്ചതിനും അൻവർ ഉന്നയിച്ചതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അപ്പൊ ഇതൊരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്നതാണ്. 1% പോലും ഈ ഗവൺമെന്റിനെതിരെ മൗനം പാലിക്കുന്നവരല്ല ഞങ്ങൾ. അബിൻ വർക്കി അടികൊണ്ടത് നമ്മൾ മിനിഞ്ഞാന്ന് കണ്ടു. ഏതാണ്ട് 8-9 മാസങ്ങൾക്ക് മുൻപാണ് 10-34 ദിവസം യൂത്ത് ലീഗിന്റെ കേരളത്തിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുള്ള PK ഫിറോസ് ഈ ഗവൺമെന്റ് ജയിലിലടച്ചത്. ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്, ഇവരോട് വിട്ടുവീഴ്ചയുടെ ഒരു പ്രശ്നമേ ഇല്ല. ഇനി ഇവിടെ ചർച്ചയിൽ വന്ന ചില ക്ലാരിറ്റി വേണമായിരുന്നു. ഷിബു, ഈ സുജിത് ദാസിന്റെയും ഡാൻസാഫിന്റെയും പ്രവർത്തനത്തെ കുറിച്ചാണോ ലീഗിന് പരാതിയുള്ളൂ? ഈ അജിത് കുമാർ RSS ബന്ധത്തെ കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താണ്? ഞാൻ അതിലേക്ക് സുജിത് ദാസിന്റെയും ഡാൻസാഫിന്റെയും വിഷയം ഞങ്ങൾ ഉന്നയിച്ചത് അജിംസ് 1 വർഷം മുന്നാണ്. ഇതൊന്നും നിങ്ങളാരും ചർച്ച ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ചർച്ചയിൽ തന്നെ ഇപ്പൊ ഇന്നലെയൊക്കെ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത സമരം, അത് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നടന്നതാണ്. ആ സമരത്തിന്റെ തലവാചകം തന്നെ ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്നതായിരുന്നു. അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിഷ്പക്ഷമായ സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണം എന്ന കർശനമായ നിലപാട് മുസ്ലിം ലീഗിനുണ്ട്, മുസ്ലിം യൂത്ത് ലീഗിനുണ്ട്. ഞങ്ങളത് ഉന്നയിച്ചുകൊണ്ട് സമരത്തിൽ തന്നെയാണുള്ളത്. ഈ വിഷയത്തെ സമഗ്രമായി കണ്ടുകൊണ്ടാണ്. അത് സുജിത് ദാസിന്റെ മാത്രം വിഷയമല്ല. ഞങ്ങൾ ഇതിനകത്ത് ആവശ്യപ്പെടുന്നത് വളരെ കൃത്യമാണ്. ഒരു വട്ടം കൂടി അജിംസിന് നല്ലവണ്ണം ബോധ്യപ്പെടാൻ പറയുന്നു. RSSന്റെ നേതാവിനെ പോയി കണ്ട, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാമിയുടെ തിരോധാനം ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് ഭരണപക്ഷ MLA പറയുന്നു. റിദാൻ ഫാസിലിന്റെ കൊലപാതകം ഇദ്ദേഹം അറിഞ്ഞിട്ടാണ് എന്ന് PV അൻവർ പറയുന്നു. അതേപോലെ തന്നെ അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ, പത്തപ്രിയത്തെ പോലീസ് ഓഫീസർ ശ്രീകുമാറിന്റെ ആത്മഹത്യ ഇദ്ദേഹം അറിഞ്ഞിട്ടാണ് എന്ന് അൻവർ പറയുന്നു. പൊന്നാനിയിലെ സ്ത്രീപീഡനത്തിന്റെ ഭാഗമായി ഒരു സ്ത്രീ വന്ന് പരാതി കൊടുത്തപ്പോൾ അൻവർ പറയുന്നത് ആ സ്ത്രീ മാത്രമല്ല, ADGP ഒന്ന് മാറ്റി നിർത്ത്, സുജിത് ദാസിനെ ഒന്ന് മാറ്റി നിർത്ത്. ഇതുപോലെ ഇരകളാക്കപ്പെട്ട, ഇവർ കൈമാറി ഉപയോഗിച്ച് ഇരകളാക്കപ്പെട്ട ഒരുപാട് പേർ പരാതി പറയാനുണ്ട് എന്ന് അൻവർ പറയുന്നു. അൻവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനല്പം മാധ്യമ ശ്രദ്ധ കൂടും. കാരണം അദ്ദേഹം പിണറായി വിജയൻ സിന്ദാബാദ് വിളിക്കുന്ന ഒരു MLA ആണ് എന്നതുകൊണ്ട്. അപ്പോൾ വളരെ കൃത്യമായ നിലപാട് ഞങ്ങൾക്ക് ഈ വിഷയത്തിലുണ്ട്. ADGPയെ മാറ്റി നിർത്തണം. ഈ നടപടിയെടുത്തു ഇപ്പൊ എല്ലാം പൂർത്തിയായെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ അജിംസേ, ഇവിടെ എന്താണ് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം? എന്താണ്? ഇവർ പോലീസിനകത്ത് കയറിക്കൂടി ഈ പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന പെൺകുട്ടിയുടെ അടക്കം ഫോൺ ചോർത്തിയിട്ടുണ്ട്, സ്ത്രീയുടെ അടക്കം ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന ആരോപണം വരുമ്പോൾ ഈ ADGP അവിടെ ഇരുത്തിക്കൊണ്ട് അന്വേഷണം നടന്നാൽ ആ അന്വേഷണം സത്യസന്ധമായിരിക്കും എന്ന് വിശ്വസിക്കാൻ എന്തിനായുള്ളത്? പിന്നെ ഒരു ചോദ്യം, ഇപ്പൊ RSS ഒരു വലിയ പ്രധാനപ്പെട്ട സംഘടനയാണ്. ADGP മാറില്ല. കേട്ടില്ല ജിംസ്, ഒന്നുകൂടി ആവർത്തിക്കണം. ഇവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് മാറിയിട്ടില്ല. അയാളുടെ ആജ്ഞാനുവർത്തിയാണ് ഈ ADGP എന്നാണ് അൻവർ പറഞ്ഞത്. ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ കൃത്യമായ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം. അത് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശശി അടക്കം താഴോട്ട് എല്ലാവരെയും മാറ്റി നിർത്തുന്ന സമീപനം ഉണ്ടാവും. ഇവിടെ ഇതിനകത്തൊക്കെ അപ്പുറത്ത് വലിയ ചോദ്യമുണ്ട്. ഇവിടെ അജിംസ് ഈ ചർച്ചയുടെ ഭാഗമായി ഞാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ ഞാൻ ഷംസീറിനെ കുറിച്ച് പറഞ്ഞ അതിലാണ് ഒരു പ്രധാനപ്പെട്ട സംഘടന പോയി കണ്ടാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ, ഇവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലെ പോലീസ് ഓഫീസർമാരൊക്കെ RSSകാർ ഇനി അങ്ങോട്ട് ആഴ്ചയ്ക്ക് പോയി കാണാൻ തീരുമാനിച്ചാൽ റജി ഞാൻ ചോദിക്കണം, റജി ലൂക്കോസ്, നമുക്ക് മൗനം പാലിക്കാൻ വേണ്ടി കഴിയുമോ? RSSനെ കുറിച്ച് ഞങ്ങൾക്കും നിങ്ങൾക്കും പൊതുവായുള്ള നിലപാട് എന്താണ്? അവർ ഇന്ത്യയിൽ ഒരു ഫാഷിസ്റ്റ് സംഘടനയാണ്. ഈ രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തിനകത്തേക്ക്, ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തേക്ക്, ഈ രാജ്യത്തിന്റെ പോലീസിംഗിലേക്ക്, ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യപരമായ മുഴുവൻ സ്ഥാപനങ്ങളിലേക്കും കടന്നു കയറാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS എന്ന ആരോപണം നമ്മൾ ഉന്നയിക്കുമ്പോൾ ഈ രാജ്യത്തെവിടെയും IPS ഓഫീസർമാർക്ക്, IAS ഓഫീസർമാർക്ക് RSSന്റെ നേതാക്കന്മാരെ മുഖതാവിൽ പോയി കണ്ട് കൽപ്പന കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള മൗനാനുവാദമാണ്, കേവലം
ഒരു അജിത് കുമാർ എന്ന ADGP സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങളിത് കേരളത്തിൽ മാത്രമല്ല, ഡി രാജ പറഞ്ഞില്ലേ ഇത് ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ്. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്? ഇതാണ് അതിന്റെ അപകടം. BJP നാളെ മുതൽ, സംഘപരിവാർ നാളെ മുതൽ ഇവിടുത്തെ IPS IAS ഓഫീസർമാരെ അവരുടെ ചരടിൽ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത ഈ ഒരു പാപത്തിന് വേണ്ടി ഇവിടെ ഈ CPM-ന്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മൗനം പാലിക്കേണ്ട ഗതികേടുണ്ടാവും. ഇനി അങ്ങോട്ട് നിങ്ങൾ പഞ്ചപുച്ഛമടക്കി അത് നോക്കി നിൽക്കേണ്ടി വരും. അജിത് കുമാർ എന്ന പിണറായി വിജയന്റെ ഇഷ്ടക്കാരന് വേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അതാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ BJP
റൈറ്റ്. മലപ്പുറത്തെ 8 ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചതുപോലെ അന്വേഷണം നടത്തി ADGP അജിത് കുമാർ ചിലപ്പോൾ തൽസ്ഥാനത്ത് മാറ്റിയേക്കും, അദ്ദേഹത്തിന് നടപടിയെടുക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി മുതൽ റജി ലൂക്കോസ് വരെയുള്ളവർ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു ഉദാഹരണം പറയാം റജി ലൂക്കോസ്. തൃശ്ശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ഈ ADGP അജിത് കുമാർ ആണെന്ന് PV അൻവർ MLA ഉൾപ്പെടെയുള്ള പലരും ആരോപിക്കുന്നു. UDF ആരോപിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആരോപിക്കുന്നത് അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തൊരു സംഭവമാണ്. കാരണം ആസൂത്രണം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ആ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണോ ADGP RSR കണ്ടതെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ ഈ തൃശ്ശൂർ പൂരം കലക്കിയത് എങ്ങനെ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചത്, ആഭ്യന്തരമന്ത്രി ഏൽപ്പിച്ചത് അതേ അജിത് കുമാറിനെയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് പോലും അറിയില്ല. പിന്നെ അങ്ങനെ ഒരു ഉദാഹരണം മുമ്പിലിരിക്കെ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു അന്വേഷണം നമുക്ക് പ്രതീക്ഷിക്കാവോ റജി? അജിംസെ, അതായത് അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ പൂരം കലക്കിയെന്നുള്ള ആരോപണം പുറത്തു വന്നിട്ട് 12-13 ദിവസമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ആരോപണം പുറത്തു വരായിരുന്നപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു നേർ ചിത്രമുണ്ട്. അത് BJPയുടെ വക്താക്കൾ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ RSS BJP ബാന്ധവം അവിടുത്തെ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകുമായിട്ടുണ്ടായിരുന്നുള്ള ആരോപണം നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമ്മളൊക്കെ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ഉദ്യോഗസ്ഥൻ്റെ, അതായത് താരതമ്യേന ജൂണിനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് വന്ന കടുത്ത വീഴ്ചയും കുറ്റകരമായ അനാസ്ഥയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷെ അവിടെ സംഭവിച്ച വേറൊരു കാര്യമുണ്ട്. അവിടെയാണ് കേരളത്തിൽ സമയത്ത് അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നോ? ആ സംഭവ സമയത്ത് അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നോ? അത് ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നു. അതിനെക്കുറിച്ച് പൂർണ്ണമായ ചിത്രം ഇതുവരെ വെളി വന്നിട്ടില്ല. ഞാൻ വേറെ പ്രധാനപ്പെട്ട കാര്യം അജിംസിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. അന്ന് പിന്നെ ഈ പറയുന്ന അവിടുത്തെ സകല സംഗതികളും ബ്ലോക്ക് ചെയ്ത് ആൾക്കാരെ ആട്ടി ഓടിച്ച് ചരിത്രത്തിലാദ്യമായിട്ട് നാനാജാതി മതസ്ഥരുടെ ദേശീയോത്സവം നടന്ന പൂരം, ഞാൻ പൂരം കവർ ചെയ്തിട്ടുള്ള ആളാണ്. അവിടെ ഇത് അട്ടിമറിച്ച് മുമ്പോട്ട് പോകുമ്പോൾ രാത്രി 2 മണിക്ക് സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ നമ്മുടെ ചർച്ചയിലേക്ക് വരുന്ന വ്യക്താവും സുരേഷ് ഗോപി ലാൻഡ് ചെയ്യുകയും അതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളവരും അവിടെ എല്ലാം പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്ത ആ വസ്തുത എന്ന് പറയുന്നത് ആ അട്ടിമറിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അജിത് കുമാറിനെ കുറിച്ച് അങ്ങനെ കൂട്ടുന്നുണ്ടോ സർക്കാരിന്റെ ഒരു മുൻ മന്ത്രിയായ VS സുനിൽകുമാറും ഇപ്പോൾ പിണറായി വിജയൻ ക്യാബിനറ്റിലെ മന്ത്രിയായ റവന്യൂ മന്ത്രി K രാജനും സംഭവ സ്ഥലത്തുണ്ട്. K രാജൻ പറഞ്ഞത് ഞാൻ അപ്പോൾ തന്നെ ടെലിഫോണിൽ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് ഈ സംഭവം ധരിപ്പിച്ചു എന്നാണ്. മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു അവിടെ പൂരം കലങ്ങിയാണെന്ന്. അവിടെ ADGP ഉണ്ടായിരുന്നു പറയപ്പെടുന്നു. ഒരു അങ്കിത് അശോക് എന്ന് പറയുന്ന ഒരു ജൂനിയർ IPS ഓഫീസർ പൂരം കലക്കുമ്പോൾ ഒരു മന്ത്രി അവിടെ ഉണ്ട്, മുഖ്യമന്ത്രിക്ക് അറിയാതെ നടക്കുന്നുവെന്ന്. അത് തടയാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പൂരം കലക്കിയെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയാ തടയാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം. ആഭ്യന്തരമന്ത്രിക്ക് അറിയാം അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത്. ഒരു മന്ത്രി തന്നെ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ സംഭവം നടക്കുകയാണെന്ന്. അല്ലത് കേൾക്കും, അതൊക്കെ മന്ത്രി പറഞ്ഞ് ഞാനും കേട്ടാ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹത്തിന് നിർദ്ദേശം പൂരം അന്വേഷിക്കാൻ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ADGP തന്നെ ഏൽപ്പിച്ചു ആഭ്യന്തരമന്ത്രി. അല്ല അജിംസെ, ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ഒരു കൃത്യമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അദ്ദേഹം അതിനകത്ത് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന് പോലും അറിയാനുള്ള സംവിധാനം ഇല്ലാത്തതാണോ ആഭ്യന്തര വകുപ്പ്? ഫോൺ ചോർത്താൻ കോടികൾ മുടക്കി ഓഫീസ് എടുത്ത് ഒരു IPS ഓഫീസർ നിയോഗിച്ചിട്ടുണ്ട് ഈ സർക്കാർ. ഫോൺ ചോർത്താൻ ഈ മുഖ്യമന്ത്രി ഈ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടോ ഇല്ലേ, ഇന്ന ഡേറ്റിൽ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നറിയാൻ ഒരു സംവിധാനം ഈ സംസ്ഥാനത്തില്ലേ? അല്ല, അത് തീർച്ചയായും ന്യായമായ ചോദ്യം, സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അതിനല്ലേ ഇവിടെ അന്വേഷണം DGP സഹിതം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? അതിലുപരിയായിട്ട് ആ മനുഷ്യനോടൊപ്പം നിന്ന് അവിടെ ഭയങ്കരമായ രീതിയിലുള്ള ജനങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരെ മുഴുവൻ മാറ്റിയില്ലേ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച്? എന്തുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിച്ചത്? നിങ്ങൾ എന്തുകൊണ്ട് അതിനെ സഹായിക്കുന്നില്ല? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇത്ര പാടി പൊടുത്തിയല്ലോ ഈ RSSനെയും BJPനെ വെള്ളം പൂശാൻ വേണ്ടിയിട്ട്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, KC വേണുഗോപാൽ രാജിവെച്ച ഒഴിവിലേക്ക് ജയിച്ചതാരാ? ഒരു BJPയുടെ പ്രതിനിധിയാണ് രാജ്യസഭയിലേക്ക് പോയത്. ഒരു കോൺഗ്രസിന് സ്ഥാനാർത്ഥി അവർ നിർത്തിയോ? സുഖമായിട്ട് ജയിച്ചു പോകാനുള്ള അവസരം കൊടുത്തില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? എങ്ങനെയും CPM-നെ തർക്കുക, പിണറായി വിജയനെ രാജിവെപ്പിക്കുക. ഈ ചോദ്യങ്ങളൊന്നും CPM-നോടല്ല. ഈ ചോദ്യങ്ങൾ CPM തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. CPM തന്നെ ഉയർത്തുന്ന ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നത്. CPM-നോടല്ല ചോദ്യം, മുഖ്യമന്ത്രിയോടാണ്, ആഭ്യന്തരമന്ത്രിയോടാണ്, പാർട്ടിയോടല്ല.
CPM അങ്ങനെ ഒരു ചോദ്യം ഉയർത്തിയിട്ടില്ല കേരളത്തിൽ. അതൊക്കെ നിങ്ങൾ കോൺഗ്രസ്സുകാരെ പോലെ എവിടെയായിരുന്നു നിന്ന് വിളിച്ചു പോവുക കേൾക്കാത്ത മന്ത്രിമാരുണ്ടെങ്കിൽ CPM ഒന്നും അങ്ങനെ ഒരു കാര്യം അൻവർ ഉന്നയിച്ച പരാതി കഴമ്പുള്ളതാണ് എന്ന് പറഞ്ഞത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ അത് ഞങ്ങൾക്ക് വിശ്വാസമാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കഴമ്പുള്ളതാണ് എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞത്. അതിനനുസരിച്ചല്ലേ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, അത് ഇന്നും ആവർത്തിച്ചു. അതിനനുസരിച്ച് നടപടി വന്നിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യയുടെ നയം അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ബാധ്യസ്ഥമായ ഒരു സർക്കാർ, ആ മുന്നണിയുടെ കൺവീനറും സംസ്ഥാന പാർട്ടി സെക്രട്ടറിയും പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രതിജ്ഞാബദ്ധമായിട്ട് നിറവേറ്റുന്നുള്ള തെളിവ് നിങ്ങളുടെ മുമ്പിൽ കിട്ടിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇവരെ ഈ RSS-നെയും BJP-യെ വെള്ളപൂശിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് വെള്ളപൂശിയത്? കോൺഗ്രസിനെ വെള്ളപൂശുന്നു. ആരാണ്? അതായത് ADGP അജിത് കുമാറിനെ RSS നേതാവ് കണ്ടത് എന്തിനാണ് എന്ന് ചോദിക്കുന്നതാണോ അവരെ വെള്ളപൂശൽ? അവരോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. ഒരു ക്രിമിനൽ ഗ്യാങ്ങിന്റെ തലവനായ IPS ഓഫീസറെ എന്തിന് RSS ജനറൽ സെക്രട്ടറി കാണണം? ഇതാണോ വെള്ളപൂശൽ? അജിത് ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചാനൽ ചർച്ചകളിൽ ഈ അജിത് കുമാർ ഒരു RSS നേതാവിനെ കണ്ടത് അനുചിതമായി തെറ്റാന്ന് തന്നെ പറഞ്ഞു പറയാം. ഞങ്ങൾ ഒരു തർക്കമില്ല. എന്തിനധികം ബഹുമാനപ്പെട്ട നിങ്ങൾ പറയാത്തൊരു കാര്യമാണ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട പിന്നെ ഷംസീർ, നമ്മുടെ സ്പീക്കർ, അദ്ദേഹം ഇന്നലെ പറഞ്ഞ ആ ഒരു വാക്ക് അനുചിതമായി പോയി എന്ന് പറഞ്ഞു പറയാം. ഞങ്ങൾ അത് അദ്ദേഹം മാത്രമല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട LDP-ന്റെ കൺവീനർ പറഞ്ഞു. അതുപോലെ തന്നെ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതൊക്കെ ഞങ്ങൾ തിരുത്തേണ്ടിടത്തും പറയേണ്ടിടത്തും പറയാൻ ആർജവുള്ളവരാണ് ഞങ്ങൾ. അതേപോലെ ഇവിടെ എന്റെ പറഞ്ഞു RSS ഒരു പ്രമുഖ സംഘടനയാണ്, അത് കണ്ടാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ മാത്രം വ്യക്തി സ്വാതന്ത്ര്യം CPM പോലെ ഒരു പാർട്ടിയിൽ അതിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനുണ്ടോ? അതുണ്ടെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ആയിരിച്ച് ഞങ്ങൾ സംസാരിക്കണ്ടേ? അതില്ലാത്തതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞതിന് തള്ളി കളഞ്ഞുകൊണ്ട് LDP-ന്റെ കൺവീനറും അതുപോലെ ഗോവിന്ദ മാഷും പറഞ്ഞത് അദ്ദേഹത്തിന്റെ വായി വന്നിരിക്കുന്ന ഒരു പെശക തന്നെയാണെന്നുള്ളത് നിങ്ങൾ ഈ ചർച്ചയെ പറഞ്ഞില്ല. ഞാനത് എടുത്തിട്ട് എന്തുകൊണ്ടാ? അതൊരു ആർജവുണ്ട് ഇടതുപക്ഷക്കാരനെ സംബന്ധിച്ചോളം. ഒരിക്കലും RSS-നെ പിന്താക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നലകൾ പറഞ്ഞെന്ന് നിങ്ങൾ ആക്ഷേപിച്ചല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇന്നലകളിലെ ചരിത്രം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ജിംസെ, അദ്ദേഹം തലശ്ശേരി കലാപത്തിൽ അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ അറിയാം. തലശ്ശേരി 1, 2, 3 എന്ന് പറഞ്ഞ് നമ്പർ ഇട്ടുകൊണ്ട് അവിടുത്തെ ഒരു ന്യൂനപക്ഷ സമുദായത്തിനെ വെട്ടി താഴെ വീഴിക്കുമ്പോൾ അവിടെ യുവാവായ പിണറായി വിജയൻ ധൈര്യപൂർവ്വം ചെന്ന് അവിടുത്തെ സ്ത്രീജനങ്ങളെ വീട്ടിലേക്ക് സംരക്ഷിച്ച് ആ സമരത്തിന്റെ നെഞ്ചു വിരിച്ച് അദ്ദേഹത്തിന് പുറത്ത് ശരീരത്തിന്റെ പിൻഭാഗത്ത് വാളുകൊണ്ട് വെട്ടേറ്റ മനുഷ്യനാണ് ഇന്നത്തെ കേരളത്തിന്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. ആ പിണറായി വിജയന്റെ ഒക്കെ RSS ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്ന പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം CPM വേട്ടയാടല. അതാണ് അതിന്റെ ലക്ഷ്യം. അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അത് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഈ ചാനലിലൂടെ ആണെങ്കിൽ പോലും. നിങ്ങൾക്ക് ആ പൊളിറ്റ് ബ്യൂറോ അംഗത്തെ വേട്ടയാടുന്നത് പാർട്ടി തന്നെയാണ്. ശ്രീ റെജി ലൂക്കോസ്, പാർട്ടി തന്നെയാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കണം, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് അന്വേഷിക്കണം, ADGP-യെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്നത്. അതേസമയം അതേ പൊളിറ്റ് ബ്യൂറോ അംഗം അതിൽ മൗനം പാലിക്കുകയാണ്. ഞാൻ മടങ്ങി വരാം. ശ്രീ ഷാജി രാഘവൻ, പൂരം കലക്കിയത് ആസൂത്രിത ഗൂഢാലോചനയാണ് എന്നായിരുന്നു നിങ്ങളുടെ വാദം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇതേ പൂരം കലക്കിയത് ADGP അജിത് കുമാർ ആണെന്ന് ഒരു ഭരണകക്ഷി MLA ആരോപിക്കുന്നു. ഈ പൂരം കലക്കുന്നതിനെ കുറിച്ച് ഗൂഢാലോചന ഉണ്ടായിരുന്നു, മുൻപേ ഗൂഢാലോചന ഉണ്ടായിരുന്നു, UDF-ഉം ആരോപിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത്. ഈ ദത്താത്രേയ ഹൊസബാലെ ഇയാളോട് എന്താണ് സംസാരിച്ചിട്ടുണ്ടാവുക? അത് അവരോട് തന്നെ ചോദിക്കണം മിസ്റ്റർ ജെയിംസ്. അത് ഞാനെങ്ങനെ അതിന് മറുപടി പറയാൻ പറ്റുന്നത്? ഒരാൾ വ്യക്തിപരമായി ഒരാളിനെ പോയി കാണുന്നു, അദ്ദേഹം എന്താ സംസാരിച്ചതെന്ന് ഞാനെങ്ങനെയാണ് പറയുക? ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ആ ചോദ്യത്തിന് ഞാൻ ഒരു BJP-യുടെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഞാനെങ്ങനെയാണ് മറുപടി പറയുന്നത്? ഞാനതിന് കൃത്യമായ ഒരു മറുപടി ഞാൻ പറഞ്ഞല്ലോ, ഈ തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഇതാദ്യമല്ല. അത് ഞാൻ ഒരു വട്ടം സൂചിപ്പിച്ചതാണ്. ഈ പറയുന്ന അജിത് കുമാർ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിമാർ RSS-ൻ്റെ നേതൃത്വത്തെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ RSS നേതൃത്വം അവരെ കണ്ടിട്ടുണ്ട്. സമൂഹത്തിലെ കർഷകരായിക്കോട്ടെ, വ്യാപാരികളായിക്കോട്ടെ, കച്ചവടക്കാരനായിക്കോട്ടെ, രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ, IAS-കാരായിക്കോട്ടെ, IPS-കാരായിക്കോട്ടെ, ഇവരെയൊക്കെ സമ്പർക്കം പുലർത്തുന്ന ഒരു മെക്കാനിസം, ഒരു പ്രവർത്തന പദ്ധതി ഉള്ള പ്രസ്ഥാനമാണ് RSS. ഞാൻ സൂചിപ്പിച്ചു. അവരെന്ത് സംസാരിച്ചു എന്ന് താങ്കൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതില്ല. ഞാൻ ഒരു വിഷയം കൂടെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ ചർച്ചയിൽ ശ്രീ റെജി ലൂക്കോസ് ഒരു കാര്യം സൂചിപ്പിച്ചു. അദ്ദേഹം സൂചിപ്പിച്ചത് മലപ്പുറം ജില്ലയിൽ കുറേ നടപടികളുണ്ടായി, 7 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടികളെടുത്തു. അതിന് കാരണം മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക മതവിഭാഗം അനുഭവിച്ച ഈ കേരള പോലീസിങ്ങിലെ ഒരു അരക്ഷിതാവസ്ഥയാണ് എന്നൊരു സൂചന തന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇനി പുറത്തു വരാൻ തുടങ്ങുകയാണ്. സത്യത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ മറച്ചു വെച്ചുകൊണ്ട്
നടപടികൾ എടുക്കുകയും ഇതിനെയൊക്കെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കൂടിക്കാഴ്ച അല്ലെ RSSനെയും BJPയെയും ചർച്ചയിലേക്ക് വലിച്ചയക്കുന്നതല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്തില്ല? ഈ വിഷയം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ മുഴുവൻ മതവിഭാഗത്തിൻ്റെയും അരക്ഷിതാവസ്ഥയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല, ഞങ്ങളങ്ങനെ പറയാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്വർണം പൊട്ടിക്കലും സ്വർണം കച്ചവടവുമായിട്ട് ചില ആൾക്കാർക്ക്, രണ്ട് മുന്നണിയിലും കേരളത്തിലെ LDFിലെ UDFിലെ പല നേതാക്കന്മാർക്കും ബന്ധമുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ അൻവർ ഈ വിഷയങ്ങൾ ഉയർത്തിയതിൻ്റെ ഒരു ഭാഗമെന്ന് ഞങ്ങളിത് തുടക്കത്തിലേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞു വെക്കുന്നത് ഏതാണ്ട് അതേ ഘട്ടത്തിലാണ്. കേരള പോലീസിംഗിൽ മലപ്പുറം ജില്ലയിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് അരക്ഷിതത്വം നേരിട്ടിട്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യമെങ്കിൽ കള്ളക്കേസുകൾ എടുക്കുന്നു. ഡാൻസ് ഓഫ് സംഘം മയക്കുമരുന്ന് കേസുകൾ കള്ളക്കേസുകൾ ആളുകൾ കൊണ്ട് തല്ലിക്കൊല്ലുന്നു. ഒരു യുവാവിനെ വെടിവെച്ചു കൊല്ലിച്ചതാണ് എന്ന ആരോപണം. അതൊക്കെയാണ് അരക്ഷിതാവസ്ഥ. ഇവിടുത്തെ സിറ്റുവേഷൻ മുഴുവൻ പ്രശ്നമാണ്. ഈ സ്വർണം പൊട്ടിക്കൽ അത് വേറെ തന്നെ അന്വേഷിക്കേണ്ടതാണ്. സ്വർണം കടത്തിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. മറുപടി വേണ്ടത് നിങ്ങളാണ്. കസ്റ്റംസ് ഭരിക്കുന്നത് നിങ്ങളാണ്. അല്ലെ കസ്റ്റംസ് അതായിക്കോട്ടെ, പറയുന്നല്ലോ. ഇത് ഭരണകക്ഷി MLA ആണ് പറയുന്നത്. ഭരണകക്ഷി MLA ആണ് പറയുന്നത്. ഭരണകക്ഷി MLA തന്നെയാണ് പറയുന്നത്. ഭരണകക്ഷി MLA ആണ്. അല്ല, ഭരണകക്ഷി അതായിക്കോട്ടെ. നിങ്ങളത് സൂചിപ്പിച്ചോ, നിങ്ങൾ അന്വേഷിക്കുന്നേ. നിങ്ങൾക്ക് ഇത് അന്വേഷിച്ചുകൂടെ? ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകക്ഷിപ്പെട്ട MLA കസ്റ്റംസുമായി രഹസ്യബാന്ധവം വെച്ചിട്ടാണ് ഈ ക്രിമിനൽ ഗ്യാങ് സ്വർണ്ണം എന്നാണ് ആരോപണം. നിങ്ങൾ കസ്റ്റംസുമായി കസ്റ്റംസിൽ ഇയാൾ സ്വർണ്ണം കൊണ്ടുപോകുന്നു, അവർ പിടിക്കുന്നില്ല, ഇവര് സ്വർണ്ണം പൊട്ടിക്കുന്നു. അപ്പൊ ഇതിൽ ആരൊക്കെയാണ് പങ്കാളി? ശ്രീ ഷാജി രാഘവൻ, നിങ്ങൾ ഈ വിഷയം ആവശ്യപ്പെടുന്നില്ലല്ലോ. ഈ വിഷയം തന്നെ ചർച്ച ചെയ്യാം. കസ്റ്റംസ് വിവരം നൽകുന്നതനുസരിച്ചാണ് സ്വർണം പൊട്ടിക്കുന്നത്. കസ്റ്റംസിനെ ആരാ ഭരിക്കുന്നത്? നിങ്ങളാണ്. അല്ല, നിങ്ങളാണ് കസ്റ്റംസ് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ള കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ള. അപ്പൊ അതറിയാതെ എങ്ങനെയാണ് ഒരു ഗ്രാം സ്വർണം പുറത്തു പോകുന്നത്? അപ്പൊ അവിടെ ഒരു നെക്സസ് ഉണ്ട് ഈ ക്രിമിനൽ കൂട്ടമായിട്ട്. അത് തന്നെ അൻവർ പറഞ്ഞതും നിങ്ങളത് കേട്ടില്ലേ? എന്തായാലും ഈ കൂടിക്കാഴ്ച നടന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന സ്ഥിരീകരണം വരുമ്പോൾ ഈ ക്രിമിനൽ ആരോപണങ്ങൾ നേരിടുന്നവരെ എന്തിനാ RSSകാർ കണ്ടു? ഈ RSSകാർ കാണാൻ ഈ ADGP എന്തിനു പോയെന്ന ചോദ്യങ്ങൾക്ക് ഇനിയും BJPയോ മുഖ്യമന്ത്രിയോ പിണറായി വിജയനോ അല്ലെങ്കിൽ CPMോ മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും പുകമറ നിലനിൽക്കുന്നത്. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ഷാജി രാഘവൻ, ശ്രീ ഷിബു മീരാൻ ഇത്രയും സംസാരിച്ചു തരാം.